അവസരം ലഭിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിന് അവസരം നൽകി എന്നെ ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകർക്ക് ഹൃദയംഗമായ നന്ദി അറിയിക്കട്ടെ. ഈ പ്രത്യേക യോഗ ക്രമീകരണത്തിൻ്റെ ഉദ്ദേശമൊന്നും ഇന്ന് രാവിലെയാണ് ഈ എന്നെ വിളിക്കുന്നത്. ഇപ്പോൾ ഇടയാറുമഴ വരണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിൽ കൂടുതലൊന്നും ആലോചിച്ചില്ല. ഇടയാറുമഴ മൂത്താമ്പാക്കൽ കൊച്ചുദേശ സ്മാരക ഹോളിലാണെന്ന് പറഞ്ഞപ്പോൾ ഞാനധികം സന്തോഷിച്ചു. എന്തുകൊണ്ടെന്നാൽ ഞാൻ കുഞ്ഞു പ്രായത്തിലായിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ആ ഭാഗത്തുള്ള കൺവെൻഷൻ മിക്കവാറും എല്ലാ വർഷവും ചിലപ്പോൾ 1-2 വർഷങ്ങളിലെങ്കിലും 4-5 ദിവസം ഞങ്ങളുടെ ഇടയിൽ പാർട്ട് സുവിശേഷ പ്രസംഗം ആളാൻ പ്രതി ആളുകളെ കണ്ട് അദ്ദേഹത്തെ കാണാൻ ചെന്ന ആളുകളെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഓർക്കുന്നു. എൻ്റെ അമ്മച്ചി കൈക്ക് പിടിച്ചു കൊണ്ടുപോയി. ഞാൻ എൻ്റെ ഓർമ്മ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് 5 വയസ്സ് ഉപദേശങ്ങൾ കൊണ്ടുപോയി സംസാരിക്കുകയും മോനെ സുവിശേഷ വേലയ്ക്ക് പോകണമെന്ന് പറഞ്ഞു. എനിക്കന്ന് അതിൻ്റെ അർത്ഥമൊന്നും അറിയാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് കുറേ പിന്നെ 2-3 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ അപ്പച്ചൻ എന്നെ പിടിച്ചുകൊണ്ട് അവിടെ കൊണ്ടുപോയി. അന്ന് ഇത് തന്നെ എന്നോട് പറഞ്ഞു. അപ്പച്ചനും അമ്മച്ചിയും ഈ ഉപദേശിയുമായിട്ട് ഞങ്ങളുടെ അവിടെ വരുമ്പോൾ വളരെ അടുത്തിടപെട്ടവരാണ്. അതുകൊണ്ട് ഞങ്ങളുടെ വീട് സന്ദർശിക്കുകയും പ്രാർത്ഥിക്കുകയും ഭക്ഷണം കഴിക്കുന്ന പതിവില്ലല്ലോ എങ്കിലും വീട്ടിൽ വന്ന് ഞങ്ങളോട് പ്രാർത്ഥിച്ച് യോഗമെല്ലാം കഴിഞ്ഞ ശേഷം പിറ്റേ ദിവസം അങ്ങനെയുള്ള ചില വീടുകളിൽ കയറാൻ ഉപദേശി സന്തോഷം കാണിക്കും. വിളിക്കുന്നിടത്തെല്ലാം പോകാറില്ല. ഇപ്പോൾ പറയും എനിക്ക് ഇങ്ങനെ വീട്ടിൽ കൂടെ കയറിയിട്ട് പോകണം. അന്ന് യാത്ര കാളവണ്ടിയിലാണ്. അന്ന് അതേ വാഹനമുള്ളൂ. കാളവണ്ടിയിൽ കച്ചിയൊക്കെ നിരത്തി അതിൻ്റെ മുകളിൽ പായിട്ട് അതിനകത്ത് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതും തിരിച്ചു കൊണ്ടുവിടുന്നതും എല്ലാം ഞാൻ ചെറുപ്രായത്തിൽ ഇങ്ങനെ ഓർക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൺവെൻഷൻ യോഗങ്ങളിൽ പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടില്ലെങ്കിലും പതിവായിട്ട് സംബന്ധിക്കാനിടയായത് എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ആരംഭമാണ്. അങ്ങനെയുള്ള ഒരു യോഗത്തിൽ വെച്ച് എഴുന്നേറ്റ് സാക്ഷി പറഞ്ഞപ്പോൾ ഞാനും കുഞ്ഞായിരുന്നെങ്കിൽ എഴുന്നേറ്റ് യേശു കർത്താവിനെ രക്ഷകനായി ജീവിക്കുന്നത് പറയാൻ ഇടയായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് വർഷങ്ങൾ അവിടെ വരികയും ഞാൻ പറഞ്ഞതുപോലെ 1-2 പ്രാവശ്യം ഞങ്ങളുടെ വീട് സന്ദർശിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ കൊച്ചു ഉപദേശിച്ച ഒരു ചിത്രം എൻ്റെ മനസ്സിലിങ്ങനെ വർഷങ്ങളായിട്ടുണ്ട്. രണ്ടാമതായിട്ട് ഇപ്പോൾ ഇവിടെ പാടിയ പാട്ടിൻ്റെ 1-2 അടി എന്നെ വളരെ ചെറുപ്രായത്തിലെ സ്വാധീനിച്ചു. നിനക്ക് വേണ്ടി ഞാൻ ധരയിൽ എന്തു വേണമോ, എനിക്ക് വേറിൽ ആശയൊന്നൻ യേശു മാത്രമേ. എവിടെ പോയി ഞാൻ അവരായി ജീവൻ വഹിക്കണം, അവിടെ തന്നെ പോകാൻ എനിക്ക് മനസ്സ് നൽകണേ. ഇത് ഞാൻ ഈ പറഞ്ഞ ചെറിയ പ്രായത്തിൽ കൺവെൻഷനിൽ പാടി കേട്ടപ്പോൾ പഠിച്ച ആ വരികൾ ഞാൻ വീണ്ടും വീണ്ടും അതിൻ്റെ അർത്ഥം പൂർണ്ണമായി അറിയാതെ പാടി ഞാൻ എൻ്റെ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി ഇതിനകത്ത് പാടുന്ന പോലെ എനിക്ക് എവിടെയെങ്കിലും സുവിശേഷകനായിട്ട് പോകണം. ഞാനത് പ്രൈമറി സ്കൂളിൽ പഠിക്കുക. സുവിശേഷകനായി പോവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമോ അതിൻ്റെ ഉത്തരവാദിത്വമോ ഒന്നും മനസ്സിലാക്കൊണ്ട് പറഞ്ഞതല്ല. പക്ഷേ കൊച്ചുപദേശിയുടെ കൺവെൻഷൻ യോഗത്തിൽ സംബന്ധിച്ചതിൻ്റെ ആ ഒരു ആത്മീയ പ്രചോദനം പ്രൈമറി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന എൻ്റെ ജീവിതത്തെ വളരെയധികം സ്വാധീനിച്ചു എന്നുള്ള കാര്യം. അങ്ങനെ പല കാര്യങ്ങളും ഞാൻ ദുഃഖിപ്പിക്കുന്നില്ല. കാരണം പ്രിയപ്പെട്ട അച്ഛൻ വളരെ വിശദമായി മാത്രമല്ല ഉപദേശിയെക്കുറിച്ച് പഠിച്ച് പുസ്തകം എഴുതി അദ്ദേഹം ഡിഗ്രി സമ്പാദിച്ചയാളാണ്. ഇന്നലെ ഇന്നുമായിട്ട് അദ്ദേഹത്തിൽ കൂടെ കൊച്ചു ഉപദേശിയെക്കുറിച്ച് കേൾക്കാനിടയായി നിങ്ങൾ വളരെ ഭാഗ്യവാന്മാരാണ്. ഞാൻ പറഞ്ഞതുപോലെ ചെറുപ്രായത്തിൽ പല വർഷങ്ങൾ ഇത് കഴിഞ്ഞ് ഹൈസ്കൂളൊക്കെ പഠിക്കുന്ന ആ കാലത്തും
വന്ന് പ്രസംഗിച്ച അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഞാൻ തിരിഞ്ഞ് ഓർക്കുമ്പോൾ പ്രധാനമായി 3 ശക്തീകരണങ്ങൾ എൻ്റെ മനസ്സിൽ നിൽക്കുന്നു. ഒന്നാമതായി മാനസാന്തരം. മാനസാന്തരത്തിൻ്റെ ഭാഷകൾ അന്നൊക്കെ അരമണിക്കൂർ 1 മണിക്കൂറിൻ്റെ പ്രസംഗം. വൈകുന്നേരത്ത് 7 മണിക്ക് തുടങ്ങിയാൽ 6 മണിക്ക് പാട്ട് തുടങ്ങും. പാട്ട് കഴിഞ്ഞ് ഉപദേശ പ്രസംഗം 2, 3, 4 മണിക്കൂർ നീളും. ഏതായാലും 12 മണിക്ക് ഇപ്പുറത്ത് ഒരിക്കലും പ്രസംഗമോ അവസാനിക്കാറില്ല. പക്ഷെ അന്നും കുഞ്ഞുങ്ങളായ ഞങ്ങൾക്ക് ഉറങ്ങാനൊക്കത്തില്ല. അതിനിടയ്ക്ക് നല്ല പാട്ടുണ്ട്. അതിനിടയ്ക്ക് ആളുകളോട് എഴുന്നേറ്റ് സാക്ഷ്യം പറയാൻ പറയും. അതുപോലെ തന്നെ മാനസാന്തരപ്പെട്ട ആളുകൾ ഒരു ചെറുപ്പക്കാർക്ക് എഴുന്നേറ്റാൽ, മോളെ നിന്റെ അമ്മാവൻ എവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ നീ പോയി കെട്ടിപ്പിടിക്കാവോ? അമ്മാവൻ എഴുന്നേക്കാൻ പറയും. അവർ കെട്ടിപ്പിടിക്കൂ. അപ്പോൾ കരയും. അതുപോലെ അയൽപക്കക്കാർ തമ്മിലുള്ള വാശി വൈകാതെയുള്ളവർ അവരെ എഴുന്നേൽപ്പിച്ച് ചെന്നിട്ട് തമ്മിൽ അതിൽ തർക്കമൊക്കെ തീർന്നിരിക്കുന്നു. പ്രൈസ്തലോ പറഞ്ഞ് ദൈവത്തെ അങ്ങനെ അനേകം. അതുകൊണ്ട് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പ്രസംഗത്തിനിടയ്ക്ക് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു കൊച്ചു നാടകം പോലെയാണ്. ഇതുപോലെ പല പല കാര്യങ്ങൾ. അതുകൊണ്ട് വന്നു കൂടുന്ന ജനത്തിൽ ഉറങ്ങണം എന്ന് വിചാരിച്ചാൽ ഉറങ്ങാൻ ഒക്കത്തില്ല. പോകാൻ അന്ന് യാതൊരു ധൃതിയുമില്ല. അതുപോലെ തന്നെ അവിടെ വന്നു കൂടുന്ന കൊച്ചു പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ വാർദ്ധക്യത്തിലുള്ള ആളുകളുടെ ഹൃദയങ്ങളെ മുഴുവൻ ആഴമായി സ്പർശിക്കുന്ന ദൂതുകളും വചനം വായിച്ച് അതിൻ്റെ വിശദീകരണങ്ങളും കഥകൾ പറഞ്ഞ് ആളുകളെ ഈ ആശയം ഗ്രഹിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ശുശ്രൂഷയായിരുന്നപ്പോൾ ഈ ഹോളിൽ കാല് കുത്തുന്നത് എനിക്ക് വലിയ പ്രചോദനമായിരുന്നു. പല സന്ദർഭങ്ങളിൽ വന്നിട്ടുണ്ട്. ആ പേരിനോട് എൻ്റെ ഹൃദയത്തിൽ അതുപോലെ ബന്ധമാണ്. എനിക്കും എൻ്റെ മാതാപിതാക്കന്മാർക്കും ഞങ്ങളുടെ കുടുംബമായി ഞങ്ങളുടെ ദേശത്ത് അനേകർക്കും. അങ്ങനെ ദീർഘവർഷങ്ങൾ ഞങ്ങളുടെ മധ്യത്തിൽ വന്ന് അദ്ദേഹം പ്രസംഗിച്ചു. അതിൻ്റെയൊക്കെ ഫലമായി അനേക ആളുകൾ ജീവിതത്തിൽ രൂപാന്തരം പ്രാപിച്ചു. ഞാൻ പറഞ്ഞത് അനേക കാര്യങ്ങളുണ്ട്. 3 പ്രധാന കാര്യത്തിൽ പലതും അച്ഛൻ പറഞ്ഞത് തന്നെയാണ്. ഒന്നാമതായി വ്യക്തിപരമായ മാനസാന്തര അനുഭവം, രക്ഷാനിർണയം. ഇത് വളരെ ശക്തമായി പറയും. തൻ്റെ പ്രസംഗങ്ങളുടെ എല്ലാം ഒരു വലിയ ശക്തീകരണം ഇവിടെയാണ്. അവിടെ നവീകരണം എന്ന് പറയുന്ന സമയത്ത് കൊച്ചുദേശത്തെ സംബന്ധിച്ച് മാത്രമല്ല, വേദപുസ്തകത്തിലും മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പി ആ ശബ്ദം ആവർത്തിച്ച് ആളുകളെ കേൾക്കും. പ്രസംഗത്തിനിടയ്ക്ക് ആളുകളെ ചലഞ്ച് ചെയ്യും. ആളുകൾ എഴുന്നേറ്റ് നിന്ന് കണ്ണുനീരോടെ നിലവിളിച്ച് പാപങ്ങൾ ചിലപ്പോൾ പറയും. അത് പരസ്യമായിട്ട് പറയേണ്ട ദൈവത്തോട്ടിൻ്റെ ഇപ്പോൾ എൻ്റെ ഹൃദയം കർത്താവിൽ കൊടുത്തിരിക്കുന്നു പറഞ്ഞ് ചിരിക്കാൻ പറയും. അപ്പോൾ അതിൻ്റെ അർത്ഥമല്ല അന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ അതിനിടയ്ക്ക് ഞാൻ എഴുന്നേറ്റ് പറഞ്ഞതാണ് എൻ്റെ ഹൃദയം കർത്താവിന് കൊടുക്കുന്നു. ദൈവത്തിൻ്റെ ഹൃദയാൽ 4ാമത്തെ വയസ്സിലാണ്, 1ാം ക്ലാസ്സിൽ പോയിട്ടില്ല. എന്തിനാ പറഞ്ഞതെന്നൊന്നും അറിയാൻ പാടില്ല. ഇന്നും അതിൻ്റെ പൂർണ്ണമായ അർത്ഥം ലഭിച്ചിട്ടില്ല. ആ യാത്രയിൽ ഞാൻ തുടരുകയാണ്. പ്രിയമുള്ളവരെ, കൊച്ചുകുഞ്ഞുപദേശിയുടെ ആ നവീകരണ ഉപദേശത്തിൻ്റെ അടിത്തറ മാനസാന്തരപ്പെടുക. മാനസാന്തരം നാം കേട്ട് തഴമ്പിച്ച ഒരു കാര്യമാണ്. അതുകൊണ്ട് വിശ്വാസ ജീവിതത്തിൻ്റെ അടിത്തറ പാപബോധം. ആ പാപം ഏറ്റുപറഞ്ഞ് അനുദപിച്ച് അതിനോട് വിട പറയുന്ന ആ ഒരു വലിയ വ്യക്തമായ ആഴമായ ഹൃദയപരിവർത്തനമാണ്. ഹൃദയം മാത്രമല്ല, മാനസികമായ ചിന്താ മണ്ഡലങ്ങൾ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ അത് വരും. ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. അതുകൊണ്ട് വസ്ത്രധാരണം, ഭക്ഷണ രീതി, അയൽവക്കക്കാരുമായുള്ള ബന്ധം, ഇതില്ല. അതുകൊണ്ട് മാനസാന്തരം എന്ന് പറഞ്ഞാൽ
രക്ഷിക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു എളുപ്പ വഴിയായിട്ട് ഇന്ന് പലപ്പോഴും വിചാരിക്കപ്പെടാറുണ്ട്. പക്ഷേ കൊച്ചുപദേശിയുടെയും അതുപോലെ തന്നെ ആ കാലത്ത് മാമനദേശിയും വന്നിട്ടുള്ളതെല്ലാം ഞാൻ ഓർത്തു. ഈ രണ്ടുപേരും ഞങ്ങളുടെ ആ കീഴ്വായ്പൂര് മുല്ലപ്പള്ളി വെള്ളിക്കുളം പ്രദേശത്തുള്ള അനേക കൺവെൻഷൻ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ആഴ്ചകളിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു ഉത്സവമാണ്. മാറി 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 ഓരോ സ്ഥലത്ത് പോകും. രാത്രി 12-12ക്ക് നിന്നിട്ട് വീട്ടിൽ വന്ന് പിന്നെ പിറ്റേ ദിവസം പകലത്തെ യോഗത്തിന് പോവും. പകൽ മറ്റുള്ളവരാ പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് ആ മാനസാന്തരത്തിനായിട്ടുള്ള വിളി മാത്രമല്ല, എന്താണ് മാനസാന്തരമെന്ന് ജീവിത അനുഭവങ്ങളെ വെച്ചുകൊണ്ട് പറയും. അതിൻ്റെ വെളിച്ചത്തിൽ ആളുകളെ ചലഞ്ച് ചെയ്യും. എഴുന്നേറ്റ് പാപം ഏറ്റു പറയാൻ, അവിടെ കയ്യിലുള്ള ആളുകളുടെ കയ്യിലെ മുറുക്കാൻ പൊതി അവിടെ കുഴിച്ചിടാൻ പറയും. കള്ളുഷാപ്പിൽ പോയിട്ടുള്ളവരെയും പോവില്ല എന്ന് പരസ്യമായി എഴുന്നേറ്റ് പറയാനായിട്ട് എഴുന്നേറ്റ് പറയും. അങ്ങനെ ആളുകൾ തങ്ങളുടെ മാനസാന്തര അനുഭവവും അതിലൂടെ രക്ഷയുടെ സന്തോഷത്തെക്കുറിച്ചുള്ള പ്രസംഗങ്ങളൊക്കെ വളരെ ശക്തമായി ഞാൻ എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലം വരെ ആ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് മാനസാന്തരം ഒരു വ്യക്തിയുടെയും കുടുംബത്തിൻ്റെയും സഭാ സമൂഹത്തിൻ്റെയും വിശ്വാസ ജീവിതത്തിൻ്റെ അടിത്തറയായിരിക്കേണ്ടത് മാനസാന്തരമാണ്. മാനസാന്തരം പ്രസംഗ വിഷയമല്ല. മാനസാന്തരപ്പെട്ട ആളുകൾ ആണ് യഥാർത്ഥത്തിൽ ദൈവജനം. എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നു. തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകരുത്. എല്ലാവരും രക്ഷ പ്രാപിക്കണം, നിത്യജീവൻ പ്രാപിക്കണം. ഇത് പ്രാപിക്കണമെങ്കിൽ പാപബോധമുണ്ടാകണം, തിരിച്ചറിവുണ്ടാകണം. പാപബോധമുണ്ടായി പാപത്തോട് വിട പറയണം. പാപത്തോട് വിട പറഞ്ഞിട്ട് യേശുവിനോട് കൂടെ ജീവിതയാത്ര തുടരാനുള്ള ജീവിതത്തെ ആകുവാൻ, അത് കുടുംബജീവിതത്തെ പറയും, അത് വ്യക്തി ജീവിതത്തെക്കുറിച്ചും അയൽവക്ക ബന്ധങ്ങളെക്കുറിച്ചും, അതുപോലെ തന്നെ ആ കാലത്ത് കൃഷി ചെയ്യിക്കുന്ന ആളുകൾ കർഷക തൊഴിലാളികളോടൊന്നും കാരുണ്യവും സ്നേഹമുള്ളവരല്ല. അതുപോലെ തന്നെ അന്ന് ആ കാലത്തൊക്കെ കർഷക തൊഴിലാളികൾ വീടുകളിൽ ജോലിക്ക് വന്നാൽ ഞാൻ നല്ലോണം ഓർക്കുന്നുണ്ട്, മുറ്റത്ത് ഒരു കുഴി കുഴിച്ച് അതിനകത്തൊരു ഇല ഇട്ടിട്ട് അവിടെ, കാരണം അവർക്ക് നമ്മുടെ പാത്രത്തിൽ ആഹാരം കൊടുക്കുമായിരുന്നില്ല. ഇതിനെയൊക്കെ വളരെ ശക്തിയായി വിമർശിച്ചത് ഞാൻ ഓർക്കുന്നു. അതുകൊണ്ട് മാനസാന്തരം എന്ന് പറയുന്നതായ സമയത്ത് മനസ്സിൻ്റെ ഒരു അന്തരം മാത്രമല്ല, വിശ്വാസത്തെക്കുറിച്ച് അച്ഛൻ പറഞ്ഞു അതിലേക്ക് പ്രവേശിക്കുന്നില്ല. കർത്താവായ യേശുക്രിസ്തു രക്ഷാനായകൻ, അവനിൽ മാത്രം രക്ഷകൻ. ആ സത്യം പറയുക മാത്രമല്ല, ആ രക്ഷകനെ ഉള്ളിൽ സ്വീകരിക്കുമ്പോൾ ഉള്ളിൽ ഉള്ള എല്ലാ പാപ പ്രേരണകളെയും വശീകരണങ്ങളെയും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഒരു പുതിയ ജീവിതം നയിക്കാനായിട്ടുള്ള വലിയ സമർപ്പണത്തിൻ്റെ അനുഭവമാണ്. അതിലൂടെ രക്ഷാനിർണയം പ്രാപിച്ച് പിന്നെ സന്തോഷിച്ച് ആനന്ദിച്ച് ഉല്ലസിച്ച് അങ്ങനെ പാട്ടുപാടി ആളുകൾ കൂട്ടായ്മയിൽ പോയി അന്ന് വന്നാൽ ഇന്നേപോലെ സമയം നോക്കി പ്രസംഗവും കൂട്ടായ്മയുമല്ല. കൂട്ടായ്മയൊക്കെ ഞങ്ങളൊക്കെ അന്നും ഞാൻ കൊച്ചിലെ പോയാൽ ആ വിദേശിയില്ലെങ്കിലും പിന്നത്തെ കൂട്ടായ്മ യോഗത്തിൽ 10-11 വരെയാകും. പല അനുഭവ സാക്ഷ്യം പറയും, പാപത്തെ വിട്ടത് പറയും, അയൽവക്കക്കാരുമായിട്ട് നിരന്നത് പറയും. അതുപോലെ തന്നെ ജീവിതത്തിൽ അനേക കാര്യങ്ങൾ തങ്ങൾ ഉപേക്ഷിച്ചത്. അതുപോലെ തന്നെ ആ മാനസാന്തരത്തിൻ്റെ ഒരു ഭാഗമായി എല്ലായ്പ്പോഴും ഉപദേശം പറഞ്ഞൊരു കാര്യം, വചനം വായിച്ച് അതിൽ വേരൂന്നി വളരണം. കൂട്ടായ്മയോഗത്തിൽ പങ്കെടുത്ത് പ്രിയപ്പെട്ട അച്ഛൻ പറഞ്ഞ പോലെ ഇന്നിപ്പോൾ കൂട്ടായ്മയോഗത്തിൽ വളരെ നല്ല ഒരുപാട് ഉപകരണങ്ങളുടെ ആ ഒരു വലിയ പശ്ചാത്തലത്തിൽ പാട്ടുപാടി ജനങ്ങളെ ഇളക്കി ഒരു മായാപ്രപഞ്ചം സൃഷ്ടിക്കുന്നതല്ലായിരുന്നു. പിന്നെ ജീവിതത്തിൻ്റെ വലിയ പരിവർത്തനം,
മനസ്സിന് മാത്രമല്ല, ബന്ധങ്ങളിൽ, ദൈവത്തോടുള്ള ബന്ധത്തിൽ, പണത്തോടുള്ള ബന്ധത്തിൽ, പണ ഇടപാടുകളുള്ള ബന്ധത്തിൽ. അന്നൊക്കെ ഒരുപാട് ഈ പണയമൊക്കെ വെച്ച് അങ്ങനെയൊക്കെ ആളുകളെ പീഡിപ്പിക്കുന്ന കാലമായിരുന്നു അന്ന് ബാങ്കുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള അനേക പാവങ്ങൾ പണയം വെച്ച് ഉള്ളത് കൊടുത്തു ഇറങ്ങിപ്പോകേണ്ട സ്ഥിതിയൊക്കെ വരുന്ന സമയത്ത് അതിനൊക്കെ ഇതിനെ വളരെ ശക്തിയായി പ്രബോധിപ്പിച്ച്, അങ്ങനെ ഒരു വ്യക്തി പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ സ്വർഗത്തിലേക്കുള്ള യാത്രയുടെ ആരംഭമായിട്ടല്ല മാനസാന്തരം. ഇവിടെ ഒരു വിശ്വാസിയായി ജീവിക്കുവാനുള്ള വലിയ ചലഞ്ച്, അതിനുള്ള പ്രായോഗിക വശങ്ങളെല്ലാം ഓർമ്മിപ്പിച്ച്, അതുകൊണ്ട് അടുത്ത 2-3-4 കൺവെൻഷനിൽ പങ്കെടുക്കുന്ന ഫലമായി വ്യക്തിയുടെ ജീവിതത്തിൽ ആഴമായി ദൈവ ആശ്രയം പ്രതീക്ഷിക്കും. രക്ഷകനായ കർത്താവിനോടുള്ളതായ ആ ആഴമായ ബന്ധം വളരും. വചനത്തോടുള്ളതായ ആ ആഭിമുഖ്യം. അതുകൊണ്ട് ആളുകളൊക്കെ ഉച്ചയ്ക്കും രാവിലെയും വൈകിട്ടും വേദപുസ്തകം വായിക്കാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ തന്നെ മറ്റനേകരും കൂട്ടായ്മവരും പറയും, ഞാൻ ഉച്ചയ്ക്ക് ഇന്ന് കുറേ സമയം വേദപുസ്തകം വായിച്ചു, രാവിലെ വായിച്ചു. ഇന്ന് ഈ നോട്ടൊക്കെ വരുന്നതോട് സഹായമാണ്, 5 വാക്യം വായിച്ചാൽ മതി. പിന്നെ കൊച്ചു ധ്യാനമുണ്ട്, എളുപ്പം 3 മിനിറ്റ് കൊണ്ട് ഡിവോഷൻ ചെയ്യും. പക്ഷെ അന്ന് അങ്ങനെയല്ല. വേദപുസ്തകം, പുസ്തകങ്ങൾ തുടരെ വായിക്കാനും മനസ്സിലാക്കാനും അതിൽ ജീവിക്കുന്ന ആളുകളുടെ ജീവിതത്തിൻ്റെ തകർച്ചയോ വിജയമോ ഒക്കെ മനസ്സിലാക്കി ജീവിതത്തെ ആകമാനം മാറ്റിയെടുക്കുന്ന വലിയ മാറ്റത്തിൻ്റെ ഒരു വലിയ പ്രക്രിയയായിരുന്നു മാനസാന്തരം. ആ മാനസാന്തരത്തിലൂടെ പാപത്തോട് വെറുപ്പ്, നന്മയോട് പറ്റിച്ചേരാനുള്ളതായ ഒരു വലിയ അഭിനിവേശം, വാഞ്ച ഹൃദയങ്ങളിൽ ഉണർത്തുവാൻ കൊച്ചുപദേശിയുടെയും മാമോദീസയുടെയും അതുപോലുള്ള വന്ന പ്രസംഗങ്ങളുടെയൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ ആളുകൾ